സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്രൈസ്തവ സഭയുടെ മുഖവും സാക്ഷ്യപ്പെടുത്തലുമാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രസ്താവിച്ചു. ഗുരുവായൂർ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്രൈസ്തവ സഭയുടെ മുഖവും സാക്ഷ്യവുമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അംഗങ്ങൾ സഭയുടെ ജൂബിലി വർഷത്തിലെ പ്രത്യാശയുടെ തീർത്ഥാടകരായി തീരട്ടെയെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് ആശംസിച്ചു. പൊതുസമൂഹത്തിൽ വലിയ സംഭാവന ചെയ്യുന്ന ക്രൈസ്തവരുടെ കത്തോലിക്കരുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ചെറിയ അജഗണമയെ ഭയപ്പെടേണ്ട, ധൈര്യമായി തന്നെ ഈ ഗുരുവായൂർ ഇടവക സമൂഹത്തിന് വലിയ നേതൃത്വം കൊടുക്കും. അതിന്റെ സാക്ഷികളൊക്കെ ലാസർ മാസ് പറയുകയുണ്ടായി. ഇനി ഈ ഇടവകയ്ക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ളൊരു ആശംസയാണ്. പലതരത്തിലുള്ള യോഗത്തിൽ വികാരി ഫാദർ പ്രിന്റോ കുളങ്ങര അധ്യക്ഷത വഹിച്ചു. സുവർണ ജൂബിലി സ്മാരകമായി പാലയൂർ ഫൊറോനയുടെ ഡയാലിസിസ് മെഷീൻ ഫണ്ടിലേക്ക് 6 ലക്ഷം രൂപയുടെ ചെക്ക് പ്രസിഡന്റ് ഫ്രാൻസി പുലിക്കോട്ടിൽ ബിഷപ്പിന് നൽകി. ഇടവകയിലെ 90% വിശ്വാസികളുടെയും നേത്രദാന സമ്മതപത്ര സമർപ്പണം പാലയൂർ ഫൊറോന വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് ആർച്ച് ബിഷപ്പിന് നൽകി. സുവർണ ജൂബിലി സ്മരണികയുടെ പ്രകാശനവും പിതാവ് നിർവഹിച്ചു. സംഘടനാ രംഗത്ത് 50 വർഷം പിന്നിട്ട സീനിയർ അംഗങ്ങളായ PI ലാസർ മാസ്റ്റർ, MK ആന്റണി, CT ജോസ്, VP ആന്റണി എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പാലയൂർ മാർത്തോമ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, ക്ലൈലിയ സിസ്റ്റേഴ്സ് ഡെലിഗേറ്റ് സുപ്പീരിയർ സിസ്റ്റർ എലിസബത്ത് കള്ളിവളപ്പിൽ, പാലയൂർ ഫൊറോന പ്രസിഡന്റ് റീന ജെയിംസ്, ട്രസ്റ്റി ജിഷോ എസ് പുത്തൂർ, ജനറൽ കൺവീനർ PI ലാസർ മാസ്റ്റർ, സിജി സ്റ്റീഫൻ, അഗിൻസൺ CL, സെബു തരകൻ, ജിഷ നിക്സൺ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി.